ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഇച്ചിരി സന്തോഷവും അതിനോടൊപ്പം തന്നെ സങ്കടവും നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. നമ്മുടെ കിങ്ങിണിക്ക് ഡെലിവറി പെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരം മുതൽ അവൾക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അവളെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുമായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ആകപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറേ നേരമൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. അവൾ ഇപ്പം പ്രസവിക്കുമെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സാധാരണ നോർമലി പ്രസവിക്കാറുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേര സമയമൊക്കെ ആയിട്ടൊന്നും ഒരു അനക്കവും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൾ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എന്നായിട്ട് കുഞ്ഞിനെ പുറത്തോട്ട് പ്രസവിക്കാനായിട്ട് അവൾക്ക് പറ്റുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ നേരമൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഇവരെയൊക്കെ നോക്കുന്നൊരു ഡോക്ടറുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇവിടെ ഇല്ലായിരുന്നു, പുള്ളിക്കാരി ലീവിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തായാലും അധികം വെച്ചുകൊണ്ടിരിക്കേണ്ട, ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് വേറൊരു ഡോക്ടറിൻ്റെ നമ്പരൊക്കെ തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഡോക്ടറെ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇത്രയും നേരമായതുകൊണ്ട് ചിലപ്പം കുഞ്ഞിനെ കിട്ടാൻ സാധ്യത കുറവായതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ സംബന്ധിച്ചോളം ഇവൾക്ക് അധികം പ്രായമില്ല കേട്ടോ. ഒരു 7-8 മാസത്തിൻ്റെ ഒക്കെ അടുത്തേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് നോർമലി കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം എനിക്കാണ് ആകപ്പാട് വിഷമമായിപ്പോയി. കാരണം ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അതിനും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ പ്രസവിക്കാൻ പറ്റാണ്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തെടുത്തിട്ട് കുഞ്ഞും തള്ളയും ചത്തുപോയി. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയിരുന്നു. അപ്പം എന്താണെങ്കിലും ഓപ്പറേഷൻ ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ വേദന കണ്ടിട്ടാണെങ്കിൽ നമുക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ നേരമൊക്കെ ഞാൻ തിരുമ്മി കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും ഒരു രക്ഷയൊന്നുമില്ല. അതിങ്ങനെ എണീക്കുകയും കിടക്കുകയും ഒക്കെ ആയിട്ട് ഒരുമാതിരി കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും കുറച്ച് നേരം കൂടെ നോക്കാം, അല്ലെങ്കിൽ ആളിട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയി, സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് ഡോക്ടറെ രക്ഷയില്ല, എന്തായാലും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി വരാമെന്നൊക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാനൊക്കെ മെഡിസിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്നു കേട്ടോ. ഇതേപോലെ തന്നെ ഇവളിങ്ങനെ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഡെലിവറി ആയിട്ട് നടക്കുന്നുമില്ല. പിന്നെ ഞാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ ഡോക്ടർ വന്ന് കുഞ്ഞിനെ എടുക്കാൻ ഇടവരുത്തരുത്, അല്ലാണ്ട് അവൾ നോർമലി അതിനെ പ്രസവിക്കണമെന്നൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഡോക്ടർ നമ്മുടെ അടുത്തോട്ട് വരാൻ കുറച്ച് സമയമുള്ളപ്പോൾ ഇവൾ പ്രസവിച്ചു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കുഞ്ഞ് പ്രസവിച്ചെന്ന് ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ സർജറിക്കുള്ള മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും വന്നേര്, 2 ദിവസമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല, നമുക്കൊന്ന് നോക്കിയേക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടർ വന്നു. നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം കുഞ്ഞും അമ്മയൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പം ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം, എന്താണ് ഇത്രയും ആൾ ബുദ്ധിമുട്ടിയതല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു മരുന്ന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചെയ്തിട്ട് ഡോക്ടർ പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞ് എണ്ണീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മേനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് കിങ്ങിണിയുണ്ട്, അതുപോലെ 2 കിങ്ങിണിയൊക്കെ ഉണ്ട്, അമ്മയുടെ അതേ കളർ തന്നെ, സെയിം അമ്മ തന്നെ. അപ്പോൾ അവൾ പതിയെ എണ്ണീക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാലൊക്കെ കുടിപ്പിച്ച് ഒരു കൊട്ടയ്ക്കകത്ത് കിടത്തി കേട്ടോ. ഈ കൊട്ടയ്ക്കകത്ത് കിടത്താനൊരു കാരണമുണ്ട്. ഈ അമ്മ ഈ കുഞ്ഞിനെ നോക്കുന്നില്ല കേട്ടോ. അടുത്തോട്ട് ചെല്ലുമ്പോൾ അമ്മ ഓടിപ്പോവുക, കുഞ്ഞിനെ അങ്ങ് കുത്തി ഓടിക്കുക. അവൾ അടുത്തോട്ട് ചെല്ലാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു കൊട്ടയ്ക്കകത്ത് ചാക്കൊക്കെ ഇട്ട് അവളെ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തി കേട്ടോ. ഒരു വഴക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ ആണെങ്കിലും നമ്മൾ പെരയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ച് കേട്ടോ. പിന്നെ പാല് കുടിപ്പിക്കാൻ നേരത്ത് മാത്രമേ അവളുടെ അടുത്തോട്ട് കൊണ്ടുപോയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വല്ല വിശേഷം അറിഞ്ഞോ? ഇവിടുത്തെ അറിഞ്ഞോ? ഇങ്ങോട്ടേക്ക് ഒരാളും കൂടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെ പോയതാന്ന് വല്ലതും ചോദിച്ചോളൂ. പിങ്കിനെ ഒന്ന് കാണിച്ചത് അവിടെ പിങ്കി ഇതാരാന്ന് ചോദിച്ചേ, പിങ്കി ഇതാരാന്ന് ചോദിച്ചേ, ഇതാരാന്ന് നോക്കിക്കേ. പിങ്കി സ്വപ്നമായിരുന്നു ഓർക്കുവാണ്. പിങ്കി ഇതാരാന്ന് നോക്കിക്കേ, ഇതാരാന്ന് നോക്കിക്കേ, കുഞ്ഞാവ. അപ്പം ഒരു 7 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് ഇവൾ പ്രസവിച്ചതുകൊണ്ട് ഡോക്ടർ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കൂട്ടിക്കയറ്റി കെട്ടാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവളെയും കൊണ്ട് അങ്ങനെ മുറ്റത്തൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ വന്ന് കുഞ്ഞിന് പാലൊക്കെ കുടിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലാണ് കേട്ടോ കിടത്തിയത്. കാരണം ഇവൾ നോക്കുന്നേ ഇല്ലേ, ഇപ്പോൾ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്.
അപ്പോൾ ഇതിന് രാവിലെ ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങനെ തിണ്ണ ഇരിക്കുമ്പോഴത്തേക്കും കൂട്ടിൽ നിന്ന് ഒരു കാർച്ച കേട്ടോ കേട്ടോ. ഭയങ്കര കാർച്ച കേട്ടിട്ട് ഞാൻ ഓടിച്ച് ചെന്നപ്പോഴത്തേക്കും പിങ്കി കിടക്കുമായിരുന്നു. അപ്പോൾ അവളുടെ കാലിങ്ങനെ ഈ വാരി ആയതുകൊണ്ട് അതിനിടയ്ക്ക് പോകും ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ കിടന്ന് കാറും. അപ്പോൾ അങ്ങനെ ആയിരിക്കും നോക്കിയിട്ട് ഞാൻ ഓടിച്ച് എണ്ണീപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അവൾക്കും ഡെലിവറി പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും ഞങ്ങൾ കൊണ്ടുവന്ന് മുറ്റത്തോട്ട് കൊണ്ടുവന്ന് കെട്ടി. അപ്പം അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി സൗകര്യം, മുറ്റത്ത് കെട്ടുന്നതായിരിക്കും എന്ന് ഓർത്തിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് മുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടി. അങ്ങനെ അവൾ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കേട്ടോ. മറ്റേ നമ്മുടെ കിങ്ങിനെ പ്രസവിച്ചത്രയും ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ചുമ്മാ ഒന്ന് അവളൊന്ന് കരഞ്ഞു. പിന്നെ നമ്മൾ മുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടി ഉച്ചനേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പ്രസവിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ 2 മുട്ടൻ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അവന്മാരെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ഈ വെള്ള കളറിലെ മുഖമുള്ളതാണ് കേട്ടോ മൂത്ത കുഞ്ഞ്.